എന്തിനാണ് ആര് കൊടുക്കുന്നത്? കൊച്ചിന്റെ റിപ്പോർട്ട് നിനക്ക് എപ്പോഴും ജീവിതമാണല്ലോ, നീ കൊച്ചിനെന്താ കൊടുക്കാത്ത റിപ്പോർട്ട്? ഗൗരിക്കല്ലേ എപ്പോഴും കൊടുക്കുന്നേ, എനിക്ക് കൊച്ചു നേരം കാണണ്ടായിരുന്നു. മക്കളെ ഞാൻ പറയുന്നില്ലേ, പെൺകൊച്ചുങ്ങളൊക്കെ പറയുന്നതെന്ന് പറയുന്നത് കുടുംബത്തിന്റെ ഐശ്വര്യം. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സമയം വരെ അവരാണെന്നുണ്ടെങ്കിൽ കൊച്ചുനാളി അച്ഛനെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ വളരും. പിന്നെ അത് കഴിഞ്ഞ് അവരെ കെട്ടിച്ചയക്കുമ്പോൾ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് വളരും. അത് കഴിഞ്ഞ് അവർ വയസ്സാകുമ്പോൾ മക്കളെ ഡിപ്പെൻഡ് ചെയ്ത്. അന്നേരം നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ പെൺകൊച്ചുങ്ങളാണ്. എപ്പം നീ ഒരു മൂത്തതല്ലേ, അപ്പോൾ അന്നേരം അവൾക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കൊടുത്ത് നീ വളർത്തണം, നീ നോക്കണം കേട്ടോ. നമ്മുടെ ഐശ്വര്യം ഈ പെൺകൊച്ചുങ്ങളെന്ന് പറയുന്നത്. ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐശ്വര്യമാണ് കേട്ടോ. ഈ ആൺകൊച്ചുങ്ങളെന്നും പറയുന്നത് ഐശ്വര്യം തന്നെയാണ്. മക്കളെല്ലാം അച്ഛനമ്മമാർക്കും ഒരേപോലെ. പക്ഷെ ഒരു വീട്ടിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമ്മൾ, എന്തോ സ്ത്രീ തൻ കുടുംബിനി ഈ സദാ വിളക്ക് പ്രകാശിനി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതേപോലെയാണ് ഈ പെൺകൊച്ചുങ്ങൾ. നമ്മുടെ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു വിളക്ക, ഒരു പ്രകാശമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും പ്രകാശം പോലെ ഓടി നടക്കുന്നതാണ് പെൺകൊച്ചുങ്ങൾ കേട്ടോ. മോർ ഗേൾസ് ഉണ്ടെങ്കിലേ മോർ പ്രകാശമല്ലേ? തീർച്ചയായിട്ടും കൂടുതൽ പെൺകുട്ടികളുണ്ടെങ്കിൽ കൂടുതൽ പ്രകാശം. എന്റെ കൂടെ പഠിക്കുന്നില്ലേ ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടീനെ വീട്ടിൽ കൊണ്ടുവന്ന കൂടുതൽ പ്രകാശമാവത്തില്ല.